ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായിട്ട് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തവർക്കും പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കുന്നവർക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകില്ല. അവർക്കും എങ്ങനെയാണ് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പർ എടുത്ത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ www.parivahan.gov.in എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ഇതുപോലെ ഒരു 3 ലൈൻസ് കാണാം. ഏറ്റവും മുകളിലായിട്ടുള്ള മെനു ബാർ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഒരു ഭാഗം കാണാം. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം വരുന്ന ഈ പോപ്പപ്പ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ശേഷം ലൈസൻസ് മെനു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള അതേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം DL സെർച്ച് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് കാണുന്ന DL സെർച്ച്. ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് ക്രൈറ്റീരിയ എന്നുള്ള അതിന് തൊട്ട് താഴെയുള്ള സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ലേണേഴ്സ് ലൈസൻസ് അതുപോലെ കണ്ടക്ടർ ലൈസൻസ് ഇത് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് DL നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ ജില്ലയാണ് കാണുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത തീയതി, അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇത് ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന ക്യാപ്ച കോഡ് അതിന് തൊട്ട് താഴെയുള്ള ബോക്സിൽ താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻവാലിഡ് ക്യാപ്ച എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അടിച്ച ക്യാപ്ച കോഡ് തെറ്റാണ്. അത് വീണ്ടും ഒന്നുകൂടി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് ഇവിടെ കാണുന്നത്. ഈ നമ്പർ എടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആ ഒരു നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ പരിവാഹൻ എന്ന വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം. ശേഷം ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ലൈസൻസ് മെനു എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു എഴുതിയിട്ടുള്ള ഒരു ബോക്സ് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ, മന്ത്, ഡേറ്റ് ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈസൻസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് DL പ്രിൻ്റ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ സെലക്ട് PVC കാർഡ് എന്നുള്ള ആ ഒരു ഭാഗത്തുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം DL പ്രിൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മാതൃകയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തോ ലാമിനേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.
പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.